നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ രണ്ടാമത്തെ ഗസ്റ്റിൻ്റെ വീട്ടിലാണ്. ഗസ്റ്റിൻ്റെ പേര് ഷബ്ന ആബിദ് എന്നാണ്. അപ്പോൾ ഷബ്നത്താനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു ചെറിയ യൂട്യൂബറാണ്. ഷാപ്സ് കോർണർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ആളുടെ റിക്വസ്റ്റ് നമുക്ക് വന്നത്. നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആൾക്ക് നല്ലൊരു റെസിപ്പി നമ്മളായിട്ട് ഷെയർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുവഴിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ ഷബ്നത്തെ എന്താണെന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ റൈസ് റെസിപ്പിയാണ്, മദ്ഗൂത്തി റൈസ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണിത്. നമുക്കിപ്പോൾ ഈ തിരക്ക് പഠിച്ച ജീവിതത്തിലൊക്കെ എല്ലാവർക്കും ഈസി റെസിപ്പിയാണല്ലോ ആവശ്യം. അപ്പോൾ അതിന് പറ്റിയൊരു നല്ലൊരു റൈസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഈ മദ്ഗൂത്ത് റൈസിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ ചിക്കന്, 1 കപ്പ് തൈര്, 1 കപ്പ് മല്ലിയില, പിന്നെ 1/2 കപ്പ് പുതിനയില, 3 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 4-5 പച്ചമുളക് ചതച്ചെടുത്തത്, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ റൈസിക്ക് വേണ്ടിയിട്ട് പട്ട, ഒരു 3 പീസ് പട്ടയും, ഒരു ടീസ്പൂൺ കുരുമുളക്, 5-6 കറാമ്പൂ, പിന്നെ ഏലക്കായ ഒരു 8-10 ഏലക്ക. ഇനി ഇതിലേക്ക് വേണ്ട പൗഡറുകൾ നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഓയിൽ. അപ്പോൾ ഇതിന് യൂസ് ചെയ്യണ റൈസ് ഇത് ബസ്മതിയുടെ ബോയിൽഡ് ബസ്മതി റൈസ് എന്നാണ് ഇതിന് പറയുക. നമ്മൾ മന്തി കപ്സൊക്കെ ഉണ്ടാക്കുന്ന റൈസാണിത്. പിന്നെ ഇതിലേക്ക് 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കിലോ ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ ചിക്കനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്, അതുപോലെ മല്ലിയില, വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളകിൻ്റെ അളവ് നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊരു 5 പച്ചമുളകാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ പുതിനയില, ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ട്. അതൊരു ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, ഒരു പീസാക്കിയിട്ടൊന്ന് അതിലിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എത്രത്തോളം നമ്മൾ ടൈം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണോ അത്രയും ചിക്കൻ സോഫ്റ്റായി കിട്ടും. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് റൈസ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻക്ക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ റൈസ് ഒരു അരമണിക്കൂർ നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇനി വെന്ത് കിട്ടും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് നമ്മളൊരു 80% വേവാകുമ്പോൾ അത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് വെച്ച ചിക്കനിലോട്ട് നമുക്ക് ഈ റൈസ് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഈ യെല്ലോ ഫുഡ് കളർ തന്നെ ചേർക്കണമെന്നില്ല, കുറച്ച് സാഫ്രോണ് കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം മുകളിൽ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സവാളയാണ്, അത് 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷറെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഈ കുക്കറൊന്ന് തുറന്നു വെക്കാം. നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ റൈസും ഈ ഇതിൻ്റെ അടിയിൽ വരുന്ന മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒണിയനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണിത്. അപ്പോൾ തലേ ദിവസം തന്നെ രാത്രിയിൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് മസാലയൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം റൈസ് ഒന്ന് വേവിച്ചേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഫുഡ് കളർ ചേർക്കുക, പിന്നെ ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കണൊക്കെ കാണാൻ ഭംഗിക്കും, പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഓപ്ഷണലാണ്, ചേർക്കണം തൊട്ട് നിർബന്ധമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഷബ്നത്താൻ്റെ മത്തൂത്തി റൈസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല സിമ്പിളാണ്, അതുപോലെ തന്നെ വലിയ പണികളൊന്നുമില്ല. നമ്മൾ ഉള്ളിയും തക്കാളിയും അതൊന്നും അരിഞ്ഞ് കുറേ ടൈമൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. നമ്മളെ ഷബ്നത്ത് വന്നിട്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.